ഡാൻസ്. ഇന്നെന്താ പ്രിൻസ് നിങ്ങളുടെ പരിപാടി? അവർ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം മമ്മി. ആ ശരി ശരി. മമ്മി ഇന്ന് എവിടെയോ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ മോനെ, മമ്മിക്ക് ടൗൺ വരെ ഒന്ന് പോകണം. 4 പേരും വഴക്കൊന്നും ഇല്ലാതെ ഇരിക്കണം കേട്ടോ. 4 പേരില്ല മമ്മി. നിങ്ങൾ 4 പേരല്ലേ ഉള്ളത്? ഉണ്ടായിരുന്നത് എന്നതാ മമ്മി സത്യം. ഇപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതാരാ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത്? റോമെക്സ് ഞങ്ങളുടെ കൂടെ ഇപ്പൊ അധികം വരാറില്ല. അതെന്ത് പറ്റി പ്രിൻസേ? അതറിയില്ല മമ്മി. സാരില്ല, മമ്മി പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങ് വരാം കേട്ടോ. ഓക്കെ മമ്മി. മോളെ ദേ വരുന്ന അമ്മച്ചി. എന്താ അമ്മച്ചി? മോളെ എപ്പോഴാ പുറത്തു പോകുന്നത്? ഞാൻ റെഡിയായി നിൽക്കുക. നിങ്ങൾ എന്താ മോളെ റോമിക്സിന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. ആ അമ്മച്ചി, റോമിക്സ് ഇപ്പോ അവരുടെ കൂടെ അധികമൊന്നും വരാറില്ലത്രേ. അതെന്തു പറ്റി? അതിന്റെ കാര്യം അവർക്കും അറിയില്ലത്രേ. ചുമ്മാതല്ല, അവനെ കണ്ടിട്ട് ഒത്തിരി നാളായ പോലെ തോന്നുന്നു. ആ കാര്യം ഇതാ അമ്മച്ചി, ഇതൊക്കെ സ്വാഭാവികമാണ് മോളെ. ഒരു പ്രായം കഴിയുമ്പോ കുട്ടികളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറും. അങ്ങനെ അവർക്കൊരു പക്ഷേ പുതിയ കൂട്ടുകെട്ടും കിട്ടും. ശരിയാ അമ്മച്ചി, ഒരു പക്ഷേ കാരണം അതാവാം. എന്നാൽ മോള് പോകാൻ ഒരുങ്ങ്. ശരി അമ്മച്ചി. മോൻ ലീവിന് വന്നിട്ട് പോയാ ചായ? ആ ഞാൻ അറിഞ്ഞു തോമസേ. അതാ തോമസിന്റെ മുഖത്തൊരു വിഷമം അല്ലേ? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. വീട്ടിലാകെ ഒരു ശൂന്യത പോലെ. അവനെ വിദേശത്തേക്ക് വിടണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അവര് പറക്കമുറ്റാത്ത കിളികളൊന്നുമല്ലല്ലോ. പറക്കട്ടെ തോമസേ, അനന്തവികായസിൽ ചിറകുകൾ വിരിച്ചു തന്നെ പറക്കട്ടെ. അതെ ചായ, ഒരു കണക്കിൽ മാതാപിതാക്കളെല്ലാം സ്വന്തം മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാണ്. അവരെല്ലായ്പ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതെ തോമസേ, പക്ഷേ ആ സ്വാർത്ഥത മെനഞ്ഞെടുത്തിരിക്കുന്നത് സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. ആ 1 വർഷം കഴിഞ്ഞ് അവനിക്ക് വരും. ആ പിന്നെ കുട്ടികൾക്ക് വേണ്ടി അവൻ 4 ടീഷർട്ടോ എന്തോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, കുട്ടികൾക്ക് കോളടിച്ചല്ലോ. നേരിട്ട് കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എവിടെ സമയം കിട്ടണ്ടേ? പാവം. ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയ ചായ. മോൻ അങ്ങ് ചെന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിലേക്ക് ആക്കാൻ തോമസേ. എനിക്കും ആ വഴി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ അങ്ങനെയാണെ വലിയ ഉപകാരമായ ചായ. ആ എന്നാൽ വാ, താമസിക്കണ്ട. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ടല്ലോ. എന്താ ഗ്രാൻഡ്പാ? തോമസ് അങ്കിളിന്റെ മകൻ നിങ്ങൾക്കായി 4 ടീഷർട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ഹായ്, ആണോ?
അതേ മോനെ. ഞാനെന്നാൽ എല്ലാവരും ഒന്ന് വിളിച്ചറിയിക്കട്ടെ ഗ്രാൻഡ് പാ. ഓ ആയിക്കോട്ടെ. ഹലോ സ്റ്റെഫി, ഞാനാ പ്രിൻസ്. എന്തുണ്ട് പ്രിൻസേ? സ്റ്റെഫി, നമ്മുടെ തോമസ് അങ്കിളിന്റെ മകനില്ലേ, ആ ഗൾഫുകാരനോ? ആ ചേട്ടൻ തന്നെ. ചേട്ടൻ നമുക്കായി 4 ടീഷർട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഹായ്, ആണോ? അതെ, ടീഷർട്ട്സ് ഇപ്പോൾ ഗ്രാൻഡ്പയുടെ കൈവശമുണ്ട്. ആഹാ, ആണോ? നമുക്കെന്നാൽ ഗാർഡനിൽ കൂടിയാലോ? ഞാൻ ആദ്യത്തെ വിളിച്ച് പറയാം. എന്നാൽ ശരി സ്റ്റെഫി, അങ്ങനെ ആകട്ടെ. ഓക്കെ പ്രിൻസേ. ഹലോ. ഹലോ, ഞാൻ സ്റ്റെഫിയ. നീ വേഗം ഗാർഡനിൽ വരണം. ഭീഷണിയാണോ? ഞാൻ വന്നില്ലെങ്കിലോ? ആ, നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഗിഫ്റ്റ് ഞങ്ങള് വീതിച്ചെടുത്തോളാം. അയ്യോ അയ്യോ, ഞാൻ ദേവന്നു സ്റ്റെഫി. ആ, അങ്ങനെ വഴിക്ക് വാ. എന്താ സ്റ്റെഫി ഗിഫ്റ്റ്? ഓ വേണ്ട, നീ വലിയ ബലം പിടിച്ചതല്ലേ, ഇവിടെ വന്നിട്ട് അറിഞ്ഞാ മതി. ഈ സ്റ്റെഫിയുടെ ഒരു കാര്യം കൊച്ചു കുട്ടികളുടെ സ്വഭാവ. മതിയടാ മതി, സോപ്പിട്ടത് മതി. എന്നാൽ പിന്നെ ഗാർഡനിൽ വെച്ച് നേരിട്ട് കാണാം അല്ലേ? അതായിരിക്കും നല്ലത്. റോമെക്സും നമ്മുടെ കൂടെ കാണുമെന്ന് കരുതിയായിരിക്കും 4 എണ്ണം തന്നത്. അതെ. അപ്പോൾ ഇതെന്താ ചെയ്യുക? അവന് വേണ്ടി തന്നതല്ലേ, അപ്പോൾ ഇത് അവന് കൊടുക്കുക തന്നെ വേണം. നമ്മൾ വീട്ടിൽ ചെന്ന് കൊടുക്കാനോ? ഏയ്, അത് വേണ്ട. പിന്നെ എന്താ മാർഗം? വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കൊടുക്കാം. എന്താ ആദം ഇത്? അവനെ കാണുന്നത് വരെ നമുക്ക് ഇതും പിടിച്ച് നടക്കാൻ പറ്റുമോ? പിന്നെ എന്താ ചെയ്യുക? എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവനോടൊന്ന് ഫോണിൽ സംസാരിക്കാം. എന്നിട്ട് ഗാർഡനിൽ വന്ന് ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞാ പോരെ? ആ, അത് നന്നായിരിക്കും. പക്ഷേ അവൻ വരുമോന്നാ എന്റെ സംശയം. ഞാൻ ഏതായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി ആദം, നീ എന്നിട്ട് ഞങ്ങളെ വിളിച്ച് കാര്യം പറയേ. എങ്ങനെയൊക്കെ ആവുമോ എന്തോ. എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? ശരി, നാളെ കാണാം. ഷടാ, ഇവൻ എന്താണാവോ ഈ ഫോൺ എടുക്കാത്തത്? ഹലോ. ഹലോ റോമെക്സ്, ഇത് ഞാനാ ആഡം. നീയോ? എടാ റോമെക്സേ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ആദം, നീ ചുമ്മാതെ വിളിച്ചതാണോ? എന്തേ, നീ തിരക്കിലാണോ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ വരും. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണായിരുന്നു. ഓ ശരി ശരി. നീ വിളിച്ച കാര്യം പറയേ. റോമെക്സേ, നമ്മുടെ തോമസ് അങ്കിളുടെ മകൻ ഗിഫ്റ്റായിട്ട് 4 ടീഷർട്ട് തന്നിട്ടുണ്ട്. അതിലൊന്ന് നിനക്കുള്ളതാണ്. ടീഷർട്ടോ? എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? നീ അത് അടുത്ത ദിവസം ഗാർഡനിൽ വന്ന് കളക്ട് ചെയ്. എനിക്ക് വേണ്ട ആദം. എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നു. ടീഷർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതെ മമ്മി, അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അല്ല, നിങ്ങൾക്ക് 4 ടീഷർട്ട് അല്ലേ കിട്ടിയത്? റോമക്സിനുള്ളത് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ്. എന്റെ നിങ്ങൾ അവനെ ഇക്കാര്യം അറിയിച്ചില്ല? ആദം കുറച്ചു മുമ്പ് അവനെ വിളിച്ചിരുന്നു. പക്ഷേ അവൻ നെഗറ്റീവായാണ് പ്രതികരിച്ചത്.
സത്യത്തിൽ ഈ റോമിക്സിന് ഇതെന്താ സംഭവിച്ചത്? അവന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയെന്നാ ആദം പറഞ്ഞത്. ആ, നിങ്ങൾ വിഷമിക്കണ്ട. എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും അവൻ നിങ്ങളുടെ അടുത്തു നിന്നും പോയത്. അത് മാറുമ്പോ അവൻ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഞങ്ങളും അതുതന്നെയാണ് മമ്മി പ്രതീക്ഷിക്കുന്നത്. പുതിയ ഫ്രണ്ട്സ് പ്രിൻസിനെയും ആദിത്യയും സ്റ്റെഫിയെയും പോലെ അത്ര നല്ലവരൊന്നുമല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തികൾ അതുപോലെയാ. ഒരു കാരണവുമില്ലാതെയാ പ്രിൻസിനെയും കൂട്ടരെയും വിട്ടു ഞാൻ പോന്നത്. പുതിയ ഫ്രണ്ട്സ് ആണേലോ അവരിങ്ങനെയും. ഇപ്പോ എന്താ ചെയ്യുക? അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിഷമമായി, അറിയാമോ? ആ, പോട്ടെ ആദം. ഞാൻ ആദ്യമേ ആദത്തോട് പറഞ്ഞതല്ലേ, അവനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് നോവുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന്. അതിനുശേഷമല്ലേ ആദം റോമക്സിനെ വിളിച്ചത്. അതെ പ്രിൻസേ, അതൊക്കെ ശരിയാണ്. എങ്കിലും ഒരു വിഷമം. ഇത്രയും ഭയങ്കരനായ നിനക്ക് വിഷമമോ? ഒന്ന് പോ സ്റ്റെഫി. ഈ ടീഷർട്ട് അവന്റെ കയ്യിലൊന്നെത്തിക്കാൻ എന്താണ് മാർഗം? ഞാനൊന്ന് വിളിച്ചു നോക്കാം. എങ്കിൽ ഞാനുകൂടെ വിളിക്കാം. അത് ശരിയാണ്. എല്ലാവരും കൂടി വിളിക്കുമ്പോൾ അവന് ചിലപ്പോ ഒരു മാനസാന്തരം വന്നേക്കും. ശരിയാ. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പിരിയാം. എന്നിട്ട് റോമക്സിനെ ഫോൺ ചെയ്ത് സംസാരിക്കാം. അല്ലെങ്കിൽ വാ, നമുക്കെല്ലാവർക്കും എന്റെ വീട്ടിലെ ഫോണിൽ നിന്ന് വിളിക്കാം. അവന്റെ വീട്ടിൽ കോളർ ഐഡിയും ഇല്ലല്ലോ, അപ്പോൾ നോ പ്രോബ്ലം. എങ്കിൽ താമസിക്കണ്ട. ഓഹോ, അതാണപ്പോൾ റോമക്സിനെ കാണാഞ്ഞതിലുള്ള കാരണം. അതെ ഗ്രാൻഡ്പാ. ആ, പോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇതെല്ലാം കർത്താവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെ ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ ഫ്രീ ആണോ? അതേല്ലോ. എങ്കിലൊരു കഥ പറയാൻ സമയം കാണുമോ? ഓ, അതിനെന്താ, പറയാലോ. എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചു. ഒരിക്കൽ ഒരു ദേശത്ത് സാമാന്യം ധനവാനായ ഒരു വൃദ്ധനുണ്ടായിരുന്നു. തന്റെ ചെറുപ്പകാലത്തെ കഠിനാധ്വാനവും ഊർജ്ജസ്വലതയും കൊണ്ടായിരുന്നു അയാൾ സാമ്പത്തികമായി ഉയർന്നത്. സ്വന്തമെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു പുത്രൻ മാത്രമാണ് ഉണ്ടായിരുന്നത്.
സുഖലോലുപതയിൽ കഴിഞ്ഞ അവൻ തൻ്റെ സ്വത്തിൻ്റെ ഓഹരിയെല്ലാം ദൂർത്തടിച്ച് ഇല്ലാതാക്കി. ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാൻ അവൻ ആഗ്രഹിച്ചു. പിന്നീട് അവൻ്റെ ചിന്ത അതേപ്പറ്റി മാത്രമായി. ഒടുവിൽ അയാൾ ഒരു മാർഗം കണ്ടെത്തി. അതുപ്രകാരം അയാൾ അടുത്ത ദിവസം താൻ വീടിന്റെ സമീപത്തുള്ള വഴിയിലൂടെ കടന്നു പോകുമെന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ വീടിന്റെ സമീപത്തുള്ള മരത്തിൽ ഒരു ചുമന്ന റിബൺ കെട്ടണമെന്നും റിബൺ കണ്ടാൽ വീട്ടിൽ കയറുമെന്നും ഇല്ലെങ്കിൽ തിരികെ പോകുമെന്നും പിതാവിനെ അറിയിച്ചു. പറഞ്ഞ ദിവസം വന്നെത്തി. ആ ധൂർത്തനായ പുത്രൻ യാത്ര തുടങ്ങി. തന്റെ വീടിന് സമീപത്തുള്ള വഴിയിലേക്ക് അയാൾ എത്തി. താൻ അടയാളം രേഖപ്പെടുത്തി റിബൺ കെട്ടുവാൻ ആവശ്യപ്പെട്ട ആ മരം കണ്ട് അയാൾ സ്തബ്ധനായി. ഒരു റിബണിനു പകരം മരം നിറയെ റിബണുകൾ. ചിന്താനിമഗ്നനായി നിർനിമേഷനായി നിന്ന അയാളെ അവിടേക്ക് വന്ന ആ പിതാവ് കെട്ടിപ്പിടിച്ചു. ശേഷം പറഞ്ഞു, ഒരു റിബൺ കിട്ടിയാൽ ഒരുപക്ഷേ നീ കണ്ടില്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെടുന്നത് തന്റെ പുത്രനെയായിരിക്കും. അതിനാലാണ് താൻ ഈ വൃക്ഷം മുഴുവൻ റിബൺ കെട്ടിയത്. സ്നേഹനിധിയായ ആ പിതാവിന്റെ വാക്കുകൾ ഉളവാക്കിയ പശ്ചാത്താപം ആ ധൂർത്തപുത്രന്റെ തെറ്റുകളെ കഴുകിക്കളഞ്ഞു. തുടർന്നവൻ മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെച്ചു. എത്ര നല്ല കഥയാ ഗ്രാൻഡ്പാ ഇത്. അതെ അതെ, ഇതെനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ശരി ശരി, ഞാൻ നോക്കിയിട്ട് വരാം. പാവം റോമിക്സിന് എത്ര നല്ല കഥകൾ കേൾക്കാനുള്ള അവസരമാണ് നഷ്ടമായത്. ശരിയാ, റോമെക്സ് ആണ് വിളിച്ചത്. അവന് നമ്മളെ അല്പം സംശയമുണ്ടെന്ന് തോന്നുന്നു. അവനുള്ള ഗിഫ്റ്റ് നാളെ ഗാർഡനിലെ ബെഞ്ചിൽ വച്ചേക്കാനാ പറഞ്ഞത്. ഓ അതിനെന്താ, അങ്ങനെയാവട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗിഫ്റ്റ് പൊട്ടിച്ചിരുന്നോ? ഇല്ല പ്രിൻസ്, ഞാൻ ഓപ്പൺ ആക്കിയില്ല പ്രിൻസേ. ഓക്കെ, നാളെ മോർണിംഗിൽ നിങ്ങൾ അതും കൊണ്ടുവരണം. ശരി പ്രിൻസ്. എന്നാൽ ഗ്രാൻഡ്പാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ, എല്ലാം നേരെയാവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കിട്ടിയ എല്ലാ ടീഷർട്ടും ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അതെന്തിനാ? എന്റെ കർത്താവേ, ഒരു ടീഷർട്ടിന്റെ ബോക്സ് വെച്ചാൽ ഞാനെങ്ങാനും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കുമല്ലോ അവരിങ്ങനെ ചെയ്തത്. ഇത്രയും സ്നേഹമുള്ള ഇവരെയാണോ ഞാൻ ഇത്രയും നാൾ പിണക്കം ഭാവിച്ച് നടന്നത്? എന്റെ കർത്താവേ, ഞാൻ എന്തൊരു തെറ്റാ എല്ലാവരോടും ചെയ്തത്. എനിക്കെല്ലാവരോടും മാപ്പ് ചോദിക്കണം. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചെയ്ത അപരാധം കർത്താവേ നീ തന്നെ പൊറുക്കണേ.